വാൽനക്ഷത്രം ഭൂമിയെ ലക്ഷ്യമാക്കി പുറപ്പെട്ടിട്ടുണ്ടെന്നാണ് അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. കുതിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് അത്രേ ഭൂമിയുടെ നേരെ. അതെങ്ങാനും ഭൂമിയിൽ വന്ന് മുട്ടിയാൽ ഭൂമിക്ക് പിന്നെ അതിൻ്റെ തകർച്ചയ്ക്ക് വേറെ കാരണമൊന്നും വേണ്ടിവരില്ല, സ്വയം മരിക്കൊന്നും വേണ്ടിവരില്ല, അങ്ങനെ തന്നെ മരിക്കുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. അതുകൊണ്ട് അമേരിക്കയിൽ ഇപ്പം നടക്കുന്ന ഗവേഷണം അതിൻ്റെ റൂട്ട് തിരിച്ചുവിടാൻ കഴിയുമെന്നുള്ള ഗവേഷണമാണ്. നമ്മൾ റൂമിലിരുന്നിട്ട് ഇങ്ങനെ അതിൻ്റെ റൂട്ട് ചിലപ്പോൾ കഴിഞ്ഞേക്കും. മനുഷ്യൻ അത്ര വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട്. മനുഷ്യൻ അത്ഭുതകരമായ ബുദ്ധിയുടെ ഉടമയാണ്. കമ്പ്യൂട്ടർ മതി മനുഷ്യ ബുദ്ധിക്ക് തെളിവായിട്ട്. കൂറ്റൻ കെട്ടിടങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങും. അള്ളാഹുവിൻ്റെ റസൂല് ഖിയാമത്ത് നാളിൻ്റെ മറ്റൊരടയാളം പറഞ്ഞിരിക്കുകയാണ്. ന്യൂയോർക്കിലൊക്കെ ഒരു കെട്ടിടത്തിൻ്റെ തട്ടുകളുടെ എണ്ണം കേട്ടാൽ എൻ്റെ സഹോദരന്മാരെ ബോധം കെട്ട് വീണും പോവും. അമേരിക്കയിലൊക്കെ ന്യൂയോർക്ക് പട്ടണത്തിൽ വമ്പിച്ച ഉയർച്ച, ആകാശം മുട്ടുന്ന പോലെ ഉയർന്നു നിൽക്കുന്ന കെട്ടിടങ്ങൾ, കൂറ്റൻ കെട്ടിടങ്ങൾ ഉയർന്നു വരും. പെട്ടെന്നായിരിക്കും അത് സംഭവിക്കുക. പിന്നെ സമയത്തിന് വേഗത വർദ്ധിക്കും. സമയം പെട്ടെന്ന് പോണ മാതിരി തോന്നുന്നു. എത്ര കറക്റ്റായ ഖിയാമത്ത് നാളിൻ്റെ അടയാളം. എന്താ ഇപ്പം സ്ഥിതി? നേരം വെളുക്കണേ വൈകുന്നേരമാണ്, നേരം വെളുക്കണേ വൈകുന്നേരമാണ്. ആരോടും ചോദിച്ചാൽ എന്തേ സമയമില്ല, എന്തേച്ച് വരാഞ്ഞി, നേരം വേണ്ട ചങ്ങായി. ആരൊക്കെയല്ല നേരമുള്ളത്? നേരമില്ല. കല്യാണത്തിന് ക്ഷണിച്ചാൽ പോലും പോകാൻ ടൈമില്ല. നേരം വെളുത്ത് വൈകുന്നേരമായി, അവനെൻ്റെ ഏർപ്പാട് തീർക്കാൻ സമയം കിട്ടുന്നില്ല. സമയം വേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ എണ്ണി പറയുകയാണ്, കൊല്ലങ്ങൾ ഒരു മാസത്തെ പോലെ തോന്നും, ഒരു മാസം ഒരാഴ്ചയെ പോലെ തോന്നും, ഒരാഴ്ച ഒരു ദിവസത്തെ പോലെയാകും, ഒരു ദിവസം ഒരു മണിക്കൂർ പോലെയാകും, ഒരു മണിക്കൂറാകട്ടെ ഒരു തീപ്പൊരി പോലെയാകും. ഒരു തീപ്പൊരി കണ്ട പോണ മാതിരിയായിരിക്കും ഒരു മണിക്കൂർ. അത്ര ഉള്ള ഒന്ന് സ്ഥിതി. സമയത്തിൻ്റെ വേഗത വളരെ കൂടുതലായി തീരും, അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. റിവേഴ്സ് ഗിയറിൽ വരുന്നതാണ് ശാസ്ത്രം ഇതിനെക്കുറിച്ച് പറയണത്. ശാസ്ത്രം അംഗീകരിക്കുന്നുണ്ട് ഈ സമയം കുറയുന്നുള്ള സംഗതി. ശാസ്ത്രം അംഗീകരിക്കുന്നുണ്ട് റസൂലുള്ളാഹിന്റെ ഈ പ്രവചനം. അവർ പറയണത് നേരത്തെ സമയം കുറവായിരുന്നത്രേ. ഭൂമിയൊക്കെ ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ട കാലത്ത് സമയം ഇന്നത്തെ മായിരുന്നില്ല, വളരെ കുറവായിരുന്നു. അങ്ങോട്ട് തിരിച്ചു പോകും, റിവേഴ്സ് ഗിയർ. അതേമാതിരി സമയക്കുറവ് പിന്നെയും ലോകത്തിന് അനുഭവപ്പെടുമെന്ന് ശാസ്ത്രം പറയുന്നു. മറ്റൊരടയാളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഹിജാസിൽ, അതായത് അറേബ്യയിൽ, അറേബ്യയുടെ ശരിയായ പേര് ഹിജാസാണ്, സൗദി അറേബ്യ അല്ല. അത് അവിടുത്തെ ഭരണകൂടത്തെ പേരാണ്. ചരിത്രത്തിലും ഇസ്ലാമിലും അറേബ്യയുടെ പേര് ഹിജാസ് എന്നാണ്. മക്കയും മദീനയും കുടികൊള്ളുന്ന നാടിൻ്റെ പേര് ഹിജാസ് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പുണ്യ മണ്ണിനെ സകല ആപത്തുകളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഹിജാസിൽ ഒരു തീ പ്രത്യക്ഷപ്പെടും. ഖിയാമത്ത് നാളിന്റെ മറ്റൊരു ലക്ഷണമാണ്. ഹിജാസിൽ ഒരു വൻ തീപിടുത്തമുണ്ടാകും. ഹിജറ 654 ആണ്ട് ജമാദുൽ ആഖിറിൽ മദീനക്കടുത്തൊരു തീ പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്ന് ചരിത്രത്തിൽ കാണുന്നുണ്ട്. അത് ഈ തീയാണോ? അല്ലാഹു അഅലം. സ്ത്രീകളുടെ ജനസംഖ്യ വർദ്ധിക്കും. മറ്റൊരു സംഗതി, പടിഞ്ഞാറ് ഒരു വലിയ അഗ്നിയുണ്ടാകും. ആ അഗ്നി കിഴക്കുള്ളവരെ പടിഞ്ഞാറോട്ട് ആകർഷിക്കും. മുഹമ്മദ് അസദിന് അവിടെയും ഒരു വ്യാഖ്യാനമുണ്ട്. അദ്ദേഹം പറഞ്ഞത് അത് റസൂല് പറഞ്ഞത് അഗ്നി ആയിക്കൊള്ളണമെന്നില്ല. കാരണം കിഴക്കുള്ളവർ പടിഞ്ഞാറോട്ട് ആകർഷിക്കപ്പെടുമെന്ന് പറയാൻ കാരണം പാശ്ചാത്യ സംസ്കാരത്തെ കിഴക്കൻ ലോകത്തുള്ള പൗരസ്ത്യർ പിൻപറ്റാൻ തുടങ്ങും എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് മഹാനായ മർഹൂം മുഹമ്മദ് അസദ്, അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ, അദ്ദേഹം ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു. മറ്റൊന്ന്, മഴയുടെ ക്രമം തെറ്റും. മഴ പെയ്യുന്നതിൻ്റെ ക്രമം തെറ്റുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശരിയല്ലേ സഹോദര? നമ്മളെ കേരളത്തിലടക്കം തെറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ വർഷത്തെ തെറ്റി. മഴ ഓർഡറിലല്ല. അപ്പോൾ മഴ പല സമയത്താണ്. തീരെ പെയ്യാത്ത സമയത്ത് പെയ്യാണെങ്കിലോ ഭയങ്കര പെയ്യൽ. കഴിഞ്ഞ അവിടുത്തെ മഴയെപ്പറ്റി പഴമക്കാർ പറഞ്ഞത് ഞാൻ കേട്ടത് 15 കൊല്ലത്തിനടുക്ക് ഇങ്ങനത്തെ മഴ പെയ്തിട്ടില്ല എന്നാണ്. ഇപ്പം ഈ കഴിഞ്ഞ വർഷത്തിലുണ്ടായ മഴ എത്ര വട്ടാണ് തോടും പാടും ഒന്നായത്. അതുകൊണ്ട് മഴയുടെ ക്രമം തെറ്റും. പിന്നെ കാശ് വർദ്ധിക്കും. മനുഷ്യന്മാരുടെ കയ്യിൽ ധനം വർദ്ധിക്കും. ശരിയല്ലേ? അറബ് ലോകത്തൊക്കെ ഇന്ന് പണത്തിൻ്റെ ആധിക്യം എത്രയാണ്? മറ്റൊരു സംഗതി, അടിമ സ്ത്രീ യജമാനനെ പ്രസവിക്കും. അത് ജനാധിപത്യമാണ്, ഡെമോക്രസിയാണ് പറഞ്ഞത്. ഭരണാധികാരിയാണ് ചിലപ്പോൾ അടിമപ്പെണ്ണിൻ്റെ മോനായിരിക്കും. പണ്ടത്തെ കാലമൊക്കെ പോയി രാജാവിൻ്റെ മോൻ വരണം, വലിയ കുടുംബത്തിൽ പറക്കണം, തറവാട്ട് പറക്കണം, അതൊന്നുമില്ല. ഏത് അടിമ സ്ത്രീക്കും പറഞ്ഞാൽ മതി, നേതാവാകാം, ഭരണാധികാരിയാവാം. അതാണ് മോഡേൺ ഡെമോക്രസി, ആധുനിക ജനാധിപത്യം. അത് പുലരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊന്ന്, പെട്ടെന്നുള്ള മരണങ്ങൾ വർദ്ധിക്കും. ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഇന്ന് നടക്കണമാതിരി തോന്നും.
ഇന്ന് പെട്ടെന്നല്ലേ സുഹൃത്തുക്കളെ മരണം. ചായ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിക്കണ്, ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരിക്കണ്, ഒന്നെടുക്കാൻ പോകുമ്പോൾ മരിക്കണ്. ഈ കഴിഞ്ഞ അടുത്ത ദിവസം 2 മാസം ആയി കാണും, നമ്മുടെ ഈ പാലത്തറയിൽ ഒരു സഹോദരൻ ഗൾഫിൽ നിന്ന് മരിച്ചിട്ട് മയ്യത്ത് കൊണ്ടുവരാൻ പോവാണ്. ഞങ്ങളെല്ലാവരും കൂടി അവിടെ പോയിട്ട് കാത്തു നിൽക്കണം. നമ്മളെ നാട്ടിലെ പല വേണ്ടപ്പെട്ടവർക്കും ബന്ധുവായിരുന്നു അദ്ദേഹം. നമ്മളൊക്കെ മയ്യത്ത് കാത്ത് അവിടെ ഇരിക്കുമ്പോൾ ഒരു വിവരം കിട്ടുന്ന തൊട്ടടുത്ത വീട്ടിലൊരാൾ മരിച്ചിരിക്കണം. ഗൾഫിൽ നിന്ന് കരിപ്പൂരിൽ നിന്ന് വിമാനത്താവളത്തിൽ നിന്ന് കൊണ്ടുവരുന്ന മയ്യത്തിന് കാത്തിരിക്കുമ്പോൾ ആ മയ്യത്ത് കാണാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഒരാൾ ഇറങ്ങുമ്പോൾ അങ്ങോട്ട് മരിച്ചു. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്, അപ്പം മരിച്ചു. പെട്ടെന്നുള്ള മരണങ്ങൾ വർദ്ധിക്കുമെന്ന് അല്ലാഹുവിൻ്റെ റസൂല് പറയുന്നു. മറ്റൊന്ന് ധാർമ്മികമായ കാരണങ്ങളാണ്. ധാർമ്മികമായ കാരണങ്ങൾ മനുഷ്യൻ മൃഗങ്ങളെപ്പോലെ അധപ്പതിക്കും. അധർമ്മകാരികൾ നേതാക്കളാകും, തോന്നിവാസം ചെയ്യുന്നവൻ നേതാക്കളാകും. ചില നേതാക്കന്മാരെ ആളുകൾ ഭയപ്പെടും. അല്ലാഹുവിൻ്റെ റസൂല് പറയാണ്, ഓല് തെമ്മാടിത്തം കാട്ടുമെന്ന് എഴുതിയിട്ട് മനുഷ്യന്മാരെ ഓലെ ബഹുമാനിക്കും. ബഹുമാനം ഉള്ളുന്നുള്ള ബഹുമാനല്ല, ഓനെ ബഹുമാനിക്കാൻ ഞാൻ ഓൻ എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ഓനെ ബഹുമാനിക്കും എന്ന് അല്ലാഹുവിൻ്റെ റസൂല് പറയുന്നു. അങ്ങനെയുള്ളൊരു ബഹുമാനം വരും ഖിയാമത്ത് നാൾ വരുമ്പോൾ. ഞാൻ ബഹുമാനിക്കാൻ ഞാൻ എന്തെങ്കിലും കാട്ടും, അതുകൊണ്ട് ബഹുമാനിക്കാം. അങ്ങനെയുള്ളൊരു ബഹുമാനം വരും ഖിയാമത്ത് നാളിൽ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. സത്യാസത്യ വിവേചനം വിഷമകരമായി തീരും. ഹക്കേത് ബാത്തിലേത്, സത്യമേത് അസത്യമേത് എന്ന് വിവേചിക്കൽ ബുദ്ധിമുട്ടാകും. കള്ളം പറയൽ വളരെ കൂടുതലാകും. സക്കാത്ത് ഒരു ഭാരമായി തീരും. സക്കാത്ത് കൊടുക്കൽ മുതലുള്ള ആളുകൾ ഒരു ഭാരമായിട്ട് പരിഗണിക്കാൻ തുടങ്ങും. സത്യവിശ്വാസി അപമാനിതനായി തീരും. ആളുകളെല്ലാവരും കൂടി സത്യത്തിലൂടെ നീങ്ങുന്നവനെ വഷളാക്കാൻ തുടങ്ങും. എത്രത്തോളം എന്നാൽ റസൂല് പറയുകയാണ്, അവൻ മനം നൊന്ത് കഴിയേണ്ടി വരും. മനം നൊന്ത് കഴിയുക മാത്രമല്ല, അവൻ വെള്ളത്തിൽ ഉപ്പ് അലിയുന്ന മാതിരി അവന്റെ ഹൃദയം വേദനയിൽ അലിഞ്ഞു പോകേണ്ടി വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസഹാബിഹി വസല്ലം. ചുറ്റുവട്ടത്ത് നടക്കുന്ന തോന്നിവാസും തെമ്മാടിത്തും അധർമ്മവും അനീതിയും അക്രമവും കണ്ടിട്ട് ഇവൻ മനസ്സ് വിഷമിച്ചിട്ട് ഉപ്പ് വെള്ളത്തിൽ അലിയണ മാതിരി ഇവന്റെ ഹൃദയം വേദനിച്ചു പോകും. റസൂലിന്റെ ആ ഉപമയും ഉദാഹരണമൊക്കെ എത്ര ഫിറ്റാണ് എന്ന് എൻ്റെ സഹോദരന്മാർ ആലോചിച്ച് നോക്കണം. അത്രത്തോളം അപമാനിതരായിത്തീരും. മുസ്ലിമീങ്ങൾ ധാരാളം ഉണ്ടാകും, പക്ഷേ അവർ ചപ്പ് ചവറ് പോലെയായിരിക്കും. റസൂല് പറയുകയാണ്, എൻ്റെ സമുദായത്തിലെ ഒരു ദുർബലരായ വിഭാഗത്തെ പടിഞ്ഞാറ് നിന്ന് വരുന്ന ഒരു കൂട്ടർ കീഴ്പ്പെടുത്തും. എൻ്റെ സമുദായത്തിലെ ദുർബലരായ വിഭാഗത്തെ പടിഞ്ഞാറ് നിന്ന് വരുന്ന ഒരു വിഭാഗം കീഴ്പ്പെടുത്തും. യഹൂദ ക്രൈസ്തവരെ എൻ്റെ സമുദായം പിൻപറ്റാൻ തുടങ്ങും. പിന്നെ പുരുഷന്മാർ പുരുഷന്മാരുമായും സ്ത്രീകൾ സ്ത്രീകളുമായും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ തുടങ്ങും. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഗണനം 20-ാം നൂറ്റാണ്ടിന് ഏറ്റവും അനുയോജ്യമാണ്. സ്വർഗ സംഭോഗം അത് വർദ്ധിക്കും. ഇത് ഇന്ന് ആധുനിക സംസ്കാരത്തിൽ ഏറ്റവും വർദ്ധിച്ചിരിക്കുകയാണ്. അതുമൂലമുണ്ടാകുന്ന മാനസിക രോഗങ്ങൾ തന്നെ വർദ്ധിച്ചിരിക്കുന്നു എന്നാണ്. ഈ അടുത്ത ദിവസം എനിക്ക് ഒരു അപൂർവ വിരുന്നുകാരനെ കിട്ടി. ഞാൻ ദിവസം രാത്രി വീട്ടിൽ ഇരിക്കുമ്പോൾ ലണ്ടൻ നഗരത്തിൽ നിന്നൊരു അതിഥി കാണാൻ വേണ്ടി വന്നിരുന്നു. അയാളെ തലമുറ മലയാളികളായിരുന്നു. പക്ഷേ ഇദ്ദേഹം ജനിച്ചതും ജീവിച്ചതൊക്കെ ലണ്ടനിലാണ്. തിരൂരിൽ ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ പാപ്പമാരാരോ. പക്ഷേ ഇദ്ദേഹം കൊല്ലങ്ങളായിട്ട് കുടുംബവും മക്കളും, ഇദ്ദേഹം ചെറുപ്പക്കാരനാണ്, ലണ്ടനിലാണ്. അപ്പോൾ ഈ കാസറ്റ് എങ്ങനെയൊക്കെ കേട്ടിട്ട് അതിലൂടെ പരിചയപ്പെട്ട് ലണ്ടനിൽ കാസറ്റ് വെച്ച് കേൾക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പരിചയപ്പെടാൻ വേണ്ടി വന്നതായിരുന്നു. ഹറാമിയത്ത് നിറഞ്ഞ ലണ്ടനിൽ നിങ്ങളെ ശബ്ദത്തിൽ നിന്നാണ് നമ്മൾ ദീന് കേൾക്കൽ എന്നാ മനുഷ്യൻ പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. അദ്ദേഹം എനിക്കൊരു കാസറ്റ് കൊണ്ടുവന്ന് തന്നു, ഒരു വീഡിയോ കാസറ്റ്. ഞാനത് കണ്ടിട്ടില്ല. കണ്ടിരുന്നെങ്കിൽ ഈ പ്രസംഗത്തിനും കൂടി പലതും എന്ന് കിട്ടുമായിരുന്നു. ഖുർആനും ശാസ്ത്രവും എന്നാണ് അതിലെ വിഷയം. ഖുർആനിലേക്ക് ശാസ്ത്രം വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി ലണ്ടനിൽ പുറത്തിറക്കിയൊരു വീഡിയോ കാസറ്റാണ്. ഒരു സമ്മാനമായിട്ട് കൊണ്ടുവന്ന് തന്നത്. ഗോളങ്ങളെക്കുറിച്ച്, സൂര്യനെക്കുറിച്ച്, ചന്ദ്രനെക്കുറിച്ചൊക്കെയുള്ള പഠനങ്ങൾ അതൊക്കെയാണ്. അങ്ങനെ അദ്ദേഹത്തെ ഞാൻ ഒരുപാട് സമയം വീട്ടിലിരുത്തി. അദ്ദേഹത്തിന് വളരെ ധൃതി ഉണ്ടായിട്ടും. കാരണം ലണ്ടനിൽ ജനിച്ചു വളർന്ന ഒരാളെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കിട്ടലാണ്. പുസ്തകത്തിൽ നിന്ന് വായിച്ചാൽ കിട്ടാത്ത വിവരം ഈ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് നേരിട്ട് കിട്ടും. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ പാശ്ചാത്യ സംസ്കാരത്തെക്കുറിച്ച് നിങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വളരെ ശരിയാണ്, നമ്മളത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അവിടെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നങ്ങളൊന്നും മനസ്സിലാക്കിയിട്ടുള്ള മാതിരി ഈ സ്ത്രീ പുരുഷ ബന്ധമല്ല, അത് വ്യഭിചാരം എല്ലായിടത്തും വർദ്ധിക്കുന്നുണ്ട്. ചെറുപ്പത്തിൽ തന്നെ അവിടുത്തെ പെൺകുട്ടികളൊക്കെ ഗർഭഛിദ്രത്തിന് വിധേയമാക്കപ്പെടുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ വലിയ പ്രശ്നം അവിടെ ഇന്ന് സൊഡോമി എന്ന് പറയപ്പെടുന്ന സോക്കടാണ്. നമ്മൾ ഈ പറഞ്ഞ സോക്കട് അത് വളരെ വർദ്ധിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. സകല കുടുംബങ്ങളിലും അതാണ്. അദ്ദേഹം അങ്ങോട്ട് പുറപ്പെടുന്നതിൻ്റെ തലേന്നുണ്ടായ ഒരു അനുഭവം വരെ അദ്ദേഹം പറയുകയും ചെയ്തു. അത് ഇന്ന് പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ കേന്ദ്രമാണ് ലണ്ടൻ. അവിടം വരെ അതുണ്ടായി.
അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഈ വാദഗതിക്ക് തെളിവായിട്ടാണ് ഞാൻ ആ സഹോദരൻ്റെ നേരിട്ടുള്ള അനുഭവം പറയണത്. അദ്ദേഹം ഇപ്പോൾ തിരിച്ചുപോയി, അദ്ദേഹം ലണ്ടൻ നഗരത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ആ നമ്രൂദിൻ്റെ അഗ്നികുണ്ഡത്തിൽ ഇബ്രാഹീമിൻ്റെ ഈമാനോടെ നിലനിൽക്കാനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യുക. ലണ്ടൻ നഗരം എന്നൊക്കെ പറഞ്ഞാൽ നമ്രൂദിൻ്റെ തീക്കുണ്ടാണ്. അവിടെ ജീവിക്കണമെങ്കിൽ ഇബ്രാഹിം നബിയുടെ ഈമാൻ വേണം. ചുറ്റുവട്ടത്തും തെറ്റുകളാണ്, തെറ്റിൻ്റെ കേന്ദ്രമാണ്, സകലമാന പൈശാചിക വൃത്തികളുടെ കേന്ദ്രമാണ്. എനിക്ക് അദ്ദേഹത്തെ വളരെ ഇഷ്ടമായി. കാരണം അദ്ദേഹം ഏറ്റവും സ്ഫുടം ചെയ്ത ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്. ഒരു തിരൂരിൽ നിന്ന് പോയ ഒരു മാപ്പിള കുടുംബത്തിൻ്റെ തലമുറയിൽ ജനിച്ച ഒരാൾ അത്ര സ്ഫുടം ചെയ്ത ഇംഗ്ലീഷ് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് വലിയ അഭിമാനവും എന്തെന്നില്ലാത്ത സന്തോഷവും തോന്നി. ഏത് ഭാഷയും ശരിക്കും ഉച്ചരിക്കണമെങ്കിൽ ആ ഭാഷയിൽ ജനിക്കണം. അറബിയായിട്ട് ജനിച്ചവൻ ഉച്ചരിക്കാൻ കഴിയുന്ന മാതിരി മറ്റാർക്കും ഉച്ചരിക്കാൻ കഴിയില്ല. ഇംഗ്ലീഷുകാരനായിട്ട് ജനിച്ച ആൾക്ക് ഉച്ചരിക്കാൻ കഴിയുന്ന മാതിരി വേറെ ആൾക്കും ഉച്ചരിക്കാൻ കഴിയില്ല. ഇദ്ദേഹം ജനിച്ചതും വളർന്നതൊക്കെ ലണ്ടനിലായതുകൊണ്ട് വളരെ മനോഹരമായ ഇംഗ്ലീഷ്. മലയാളം അദ്ദേഹത്തിന് കേട്ടാൽ കുറച്ച് മനസ്സിലാക്കാവുന്ന ഒരു ബന്ധം മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു ആളായിട്ട് അദ്ദേഹം ഇസ്ലാമിനോടുള്ള കൂറും ദീനിനോടുള്ള താല്പര്യവും ഉള്ളിൽ സൂക്ഷിക്കുന്നുവെന്നത് ഒരു അത്ഭുതകരമായ വാർത്തയായിട്ട് എനിക്ക് തോന്നി. അള്ളാഹു അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ വീണ്ടും വീണ്ടും എൻ്റെ സഹോദരങ്ങൾക്കൊപ്പം ദുആ ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പുരുഷന്മാർക്കുമിടയിലും സ്ത്രീകൾക്കുമിടയിലുള്ള ലൈംഗിക ബന്ധം വർദ്ധിക്കും, സ്നേഹിതൻ സ്നേഹിതനെ വഞ്ചിക്കും, മസ്ജിദുകൾ ധാരാളം ഉണ്ടാകും, അത് അലങ്കരിക്കപ്പെടും, പക്ഷെ അവിടെ തഖ്വ കൊണ്ട് അത് അലങ്കരിക്കപ്പെടുകയില്ല. മസ്ജിദുകളിൽ വരുന്ന ആളുകൾ കപടന്മാരായിരിക്കും അധികം ആളുകളും. അള്ളാഹുവിൻ്റെ റസൂല് പറയാണ്, അധികം ആളുകൾക്കും ഖൽബിൽ നിഫാഖ് ഉണ്ടാകും. ഖുർആൻ സ്വർണ്ണമഷിയിൽ അച്ചടിക്കപ്പെടും, പക്ഷേ ഖുർആൻ ഒരിക്കലും അതിൻ്റെ സ്പിരിറ്റോടുകൂടി നടപ്പിലാക്കപ്പെടുകയില്ല. പിന്നെ പാട്ടിൻ്റെ കൂടെ ഖുർആൻ പാട്ടാക്കാൻ തുടങ്ങും. അത് കേരളത്തിൽ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. മാപ്പിളപ്പാട്ടിൽ ലാ തഖ്റബാ ഹാദിഹി ഷജറത, പിന്നെ ഗിറ്റാർ സിറ്റാർ, പിന്നെ ഒരു മാപ്പിളപ്പാട്ട് അങ്ങനെ തുടങ്ങും. അതിനുമുമ്പ് 2 ഖുർആനാണ്. ലോകത്ത് എവിടെയില്ല ഈ ഖുർആൻ പാട്ടിൻ്റെ കൂടെ അങ്ങനെ വരല്. ഇപ്പം ചിലയിടത്ത് വരാൻ തുടങ്ങി. പക്ഷേ ഈ റസൂല് പറഞ്ഞ പ്രവചനം കേരളത്തിലെങ്കിലും പുലർന്നിരിക്കുന്നു. ധാരാളം പാട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അവിടെ ഇരുന്നൊന്ന് ഓർത്താൽ മനസ്സിലാവും. ഖുർആൻ മ്യൂസിക്കോട് കൂടി ചേർത്തിട്ട് ശരിക്കും സമുദായത്തിൻ്റെ ഒക്കെ കഴിവുകേടാണത്. അവിടെ വെച്ചിട്ട് ഇത് ചോദ്യം ചെയ്യേണ്ടി വരും. സാറ്റാനിക് വേഴ്സസ് എന്ന സോളമൻ റഷ്ഡിയുടെ പുസ്തകത്തെ എതിർക്കാൻ ധൈര്യം കാട്ടിയ നമ്മൾ ഇമ്മാതിരിയുള്ള അപകടങ്ങളെ മുളയിൽ നുള്ളേണ്ടതായിരുന്നു. റസൂല് പറയുന്നു, അങ്ങനെ വരും. മറ്റൊന്ന്, പാട്ട് പാടുന്ന പെണ്ണുങ്ങൾ വർദ്ധിക്കും, ഗായികമാരുടെ എണ്ണം വർദ്ധിക്കും. മാപ്പിളപ്പാട്ടിന് ഏറ്റവും നല്ല ഉദാഹരണം. സംഗീതോപകരണങ്ങൾ വർദ്ധിക്കും. സംഗീതോപകരണങ്ങൾ ഇപ്പോൾ യൂറോപ്പിൽ പുതിയ കണ്ടുപിടിച്ചൊരു സംഗീതോപകരണം, ഒരു പുതിയ ഇനം ഗിറ്റാറുണ്ട്. അതിലെ കമ്പി ഒന്നടിച്ചാൽ ഒരു സ്വരം വരുമ്പോഴേക്ക് കരഞ്ഞു പോകുന്നതാണ് ആൾ. മ്യൂസിക്കിൻ്റെ സ്വാധീനം നോക്കണം എൻ്റെ സഹോദര. ഒരടിച്ചാൽ അപ്പം കരഞ്ഞുപോയി. വേറെ അതേ ഇതിൽ മറ്റൊരു കമ്പി മറ്റൊരു രാഗത്തിൽ താളത്തിൽ മുട്ടിയാൽ പെട്ടെന്ന് ചിരിച്ചു പോകും. സംഗീതം മനുഷ്യനെ മയക്കുന്ന ഏറ്റവും വലിയൊരു വിഷമാണ്. ആ സംഗീതോപകരണങ്ങളുടെ എണ്ണം വർദ്ധിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് ചോദിക്കുന്ന, ഇതിൽ പുലരാത്തത് ഏതാണ്? റസൂല് പറഞ്ഞതിൽ പുലരാൻ ബാക്കി ഏതെങ്കിലും ഉണ്ടോയെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അടുത്തതാണ് അതിനേക്കാൾ രസം. ഹജ്ജിന് മുസ്ലിം സമുദായത്തിലെ 3 വിഭാഗങ്ങൾ പോകും. 3 വിഭാഗത്തിനും 3 ഉദ്ദേശമായിരിക്കും. ചൂടാകരുത്. മുതലാളിമാർ പോകും പ്രശസ്തിക്ക് വേണ്ടി, ഇടത്തരക്കാർ പോലും കാശുണ്ടാക്കാൻ, പാവപ്പെട്ടവർ പോകും ഇരക്കാൻ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ആലോചിച്ച് നോക്കൂ സഹോദര. മുതലാളിമാർ പോവും പേരുണ്ടാക്കാൻ, ഇടത്തരക്കാർ പോവും കാശുണ്ടാക്കാൻ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഉംറക്കാ പോണത്, ഇജ്ജെന്നാ വരിക? അങ്ങനെ വരൂല, അവിടെ തന്നെ നിൽക്കാനാ പോണത്. എന്നാ ഞാൻ ഈ അടുത്ത ദിവസം സുഹൃത്തിനോട് പറഞ്ഞു, അടുത്ത റമദാൻ മുമ്പ്, എന്നാൽ ഈ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾക്ക് മനസ്സിലായി സംഗതി ഉപജീവനാണ്, ഹൈറാണ്. എന്നാൽ ഇജ്ജ് പറയേണ്ടത് എന്താണെന്നറിയോ? ഇജ്ജ് പറയേണ്ടത്, ഞാൻ ഉംറക്ക് പോവാന്ന് പറയാ, നീയത്തും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉംറ വെക്കുക, എന്നിട്ട് അവിടെ പോയി ഉംറ ചെയ്യുക. നിന്റെ മനസ്സിലുള്ള ഉദ്ദേശം അത് തന്നെയായിരിക്കണം. കൂടെ നീ ഉദ്ദേശിച്ചോ ഒരു ജോലി കിട്ടിയാൽ നല്ലതായി എന്ന് അള്ളാഹിനോട് ദ്വാരന്നും ചെയ്തോ, ഉംറ കഴിഞ്ഞിട്ട് ജോലി കിട്ടിയ അവിടെ നിന്നും ചെയ്തോ. പക്ഷെ ഒരിക്കലും ജോലി എന്ന നെയ്യത്തും ഉംറ എന്ന നെയ്യത്തും കൂടിയിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുതേ സഹോദര എന്നൊരു സുഹൃത്തിനോട് ഈ റമദാന് മുമ്പ് ഞാൻ പറയണ്ടായി. അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നു, മുതലാളിമാര് പ്രശസ്തിക്ക് വേണ്ടി ഹജ്ജിന് പോകും, ഇടത്തരക്കാര് പണമുണ്ടാക്കാൻ പോകും, പാവപ്പെട്ടവർ ഇറക്കാനും പോകും.
ഈ 3 വിഭാഗത്തിനും ഹജ്ജിന്റെ യഥാർത്ഥ ലക്ഷ്യം നേടാൻ കഴിയില്ലെന്ന് സയ്യിദുനാ മുഖ്ബിറെ സാദിഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. മറ്റൊന്ന്, വിജ്ഞാനം കുറയും. യഥാർത്ഥ പണ്ഡിതന്മാർ മരണപ്പെട്ടുകൊണ്ടേയിരിക്കും. വേറെ കുറെ പണ്ഡിതന്മാർ ദുഷിച്ചുകൊണ്ടേയിരിക്കും. മറ്റൊരു സംഗതി, ദീനിന്റെ ഇൽമു നേടുന്നവന്റെ ഉദ്ദേശം ദീനായിരിക്കുകയില്ല. ദീനിന്റെ ഇൽമു നേടുന്നവന്റെ ഉദ്ദേശം ദീനായിരിക്കൂല. ഇത് നേരിൽ കണ്ട് അനുഭവിച്ചവനാ ഞാൻ പലയിടത്തും. എന്തിനാ ഈ പഠിക്കണമെന്ന് വെച്ചാൽ പറയും, ഉടനെ ഒരു ജോലി കിട്ടാൻ, ഒരു സദറാകാൻ. ഞാൻ ദീനീയ ഇൽമായിട്ട് ആലിമാകാന്ന് പറഞ്ഞവർ എത്ര ഉണ്ടാവും സഹോദര? ബിരുദം നേടി പുറത്തിറങ്ങാൻ കാത്തിരിക്കാണ് ബുക്ക് ചെയ്യാൻ. ഞാൻ കുറ്റപ്പെടുത്തല്ല, ഉപജീവനത്തിന് വേണ്ടി നല്ല കാര്യമാണ്. പക്ഷെ ഉപജീവനം പിന്നാലെ വരണം, ലക്ഷ്യാക്കരുത്. ഇത് അള്ളാഹുവിന്റെ റസൂല് പറയാണ്. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ദീനീ ഉലൂമ് നേടുന്നവന്റെ ഉദ്ദേശം ദീനായിരിക്കില്ല, മറ്റു പല ഉദ്ദേശങ്ങളുമായിരിക്കും. പണ്ഡിതന്മാര് ദുഷിക്കും, അവർ ആകാശത്തിന് ചുവട്ടിലെ ഏറ്റവും വൃത്തികെട്ടവരായി തീരും. നടക്കണ്ടേ ഇതൊക്കെ പുലരണ്ടേ? പിന്നെ നിങ്ങളും ഞാൻ എന്തിനാ അത്ഭുതപ്പെടുന്നത്? ചിലതൊക്കെ കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ സങ്കടപ്പെടാറുണ്ട്. ചിലപ്പോൾ നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കാറുണ്ട്. ചില നാട്ടിൽ നിന്നൊക്കെ ദീന് കൈകാര്യം ചെയ്യുന്ന ദീനീയ ഉലൂമുമായി ബന്ധപ്പെട്ടവരുമായി കേൾക്കുന്ന ചില വർത്തമാനങ്ങളും വാർത്തകളും. പക്ഷെ ഇത് പുലരണ്ടേന്ന് എനിക്ക് അപ്പം തോന്നും. ഇത് നടക്കണ്ടേ? അള്ളാഹുവിൻ്റെ റസൂല് പറയാണ്, ആകാശത്തിന് താഴെയുള്ള ഏറ്റവും വൃത്തികെട്ടവർ. ഹദീസ് പറയുന്നത് ശർറു മൻ തഹത അദീമിസ് സമാ എന്നാണ്. ആകാശത്തിന് താഴെയുള്ള ഏറ്റവും നികൃഷ്ടരവരായിരിക്കും. ഭാര്യയെ അനുസരിക്കാൻ വേണ്ടി മാതാവിനെ ആട്ടിപ്പുറത്താക്കും. സ്നേഹിതനെ അനുസരിക്കാൻ വേണ്ടി പിതാവിനെയും ആട്ടിപ്പുറത്താക്കും. ഖിയാമത്ത് നാളിന്റെ ലക്ഷണങ്ങളാണ്. പിൻഗാമികൾ മുൻഗാമികളെ ശപിക്കാൻ തുടങ്ങും. മുമ്പുള്ളവരൊക്കെ മോശക്കാരായിരുന്നു പറയാൻ തുടങ്ങും. തമ്മാടിത്തത്തിന്റെ പേരിൽ ആളുകൾ ബഹുമാനിക്കപ്പെടാൻ തുടങ്ങും. മദ്യം വർദ്ധിക്കും. മദ്യം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. മദ്യം വളമ്പാനുള്ള തീരുമാനങ്ങളും വർദ്ധിച്ചുകൊണ്ടേ പോണു. മദ്യം ഇന്ന് ലോകത്തൊരു സാർവത്രികമായ കാര്യമായി മാറിക്കൊണ്ടിരിക്കുന്നു. റസൂല് പറയുകയാണ്, മദ്യം വർദ്ധിക്കും. മറ്റൊന്ന്, കൊല വർദ്ധിക്കും. മനുഷ്യന്മാരെ കൊല്ലലേ. സംശയമുണ്ടോ സഹോദരന്മാരെ? ഇന്ത്യയിൽ ഓരോ ദിവസവും എത്ര ആളാണ് മരിക്കുന്നത്? രാവിലെ 7:25 പഞ്ചാബിൽ ഇന്നലെയുണ്ടായ ഒരു അനിഷ്ട സംഭവത്തിൽ 50 പേർ കൂടി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇത് അനിഷ്ട സംഭവമൊന്നുമല്ല. ഈ 50 ആൾ മരിച്ചതേ ബന്ധു പൊതുവെ സമാധാനപരമായിരുന്നു. 1-2 സ്ഥലത്ത് 2 പേർ മരിച്ചത് വെച്ചാൽ അത് അനിഷ്ട സംഭവവും സമാധാനപരമൊന്നുമല്ല. നമ്മളെ വാർത്തയുടെ സ്ഥിതി എന്താണ്? കശ്മീരിൽ ഇന്നലെ രാത്രി കർഫ്യൂവിൽ അയവ് വരുത്തിയിരിക്കുന്നു. അയവ് വരുത്തുമ്പോഴേ നമ്മളറിയുള്ളൂ, മുറുകുമ്പോൾ നമ്മളറിയില്ല. എന്താണ് കർഫ്യൂ? പുറത്തിറങ്ങാൻ പറ്റൂല, തോക്ക് ചൂണ്ടി നിൽക്കുകയാണ്. ഇന്ത്യ രാജ്യത്ത് പുറത്ത് കർഫ്യൂ കാരണം പുറത്തിറങ്ങിയാൽ പട്ടാളം വെടിവെക്കുമെന്ന് പേടിച്ചിട്ട് വാട്ടർ ടാപ്പിൽ നിന്ന് വെള്ളമെടുക്കാൻ കഴിയാതെ വീടുകൾക്കകത്ത് ദാഹിച്ച് പട്ടിണി കിടന്ന ആളുകൾ മരിച്ചു. ഇന്ത്യയിൽ വെള്ളം പുറത്തുണ്ട്, എടുക്കാൻ ഇറങ്ങാൻ കഴിയില്ല. ഇറങ്ങിയാൽ തോക്ക് ചൂണ്ടി നിൽക്കുന്ന പട്ടാളം വെടിവെക്കും. അതാണ് കർഫ്യൂ. കർഫ്യൂ എന്ന് പറഞ്ഞാൽ കേൾക്കാൻ സുഖമാണ്, പക്ഷെ അനുഭവിക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ കുടുംബങ്ങൾക്കകത്ത് വീടുകൾക്കകത്ത് ദാഹിച്ച് പെടഞ്ഞ് ആളുകൾ മരിച്ചു. കുടുംബങ്ങളും മാതാപിതാക്കളും മക്കളും ഒന്നടങ്കം മരിച്ചു. കൊല വർദ്ധിക്കും. എത്രത്തോളം എന്നാൽ റസൂല് പറയുകയാണ്, എന്തിനാണ് താൻ ഒരാളെ കൊല്ലുന്നതെന്ന് കൊലയാളിക്കറിയില്ല, എന്തിനാണ് താൻ കൊല്ലപ്പെട്ടതെന്ന് കൊല്ലപ്പെട്ടവനും അറിയില്ല. ശരിയല്ലേ? മോട്ടോർ സൈക്കിളും വന്നു കാണ്ട് പെട്ടെന്ന് ബോംബിട്ടാണ്ട് പോയി. എന്തിനാ തന്നെ കൊന്നതെന്ന് മരിച്ചോനറിയോ? ആരെ കൊല്ലാൻ പോണെന്ന് കൊന്നോനും അറിയില്ല. ആരോ റോട്ടുമ്മ കൂടി പോണോൻ കൊന്നു. ഭീകരവാദം, 20-ാം നൂറ്റാണ്ടിലെ ഭീകരവാദം അതാണ്. തീവണ്ടി പുറപ്പെടാൻ നേരത്ത് തീവണ്ടിയിൽ ബോംബ്. വിമാനം പറക്കാൻ 2 മണിക്കൂർ വൈകി. ബോംബുണ്ടെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ തെരച്ചിൽ നടത്തിയതായിരുന്നു. ആരാ ബോംബ് വെച്ചത്? ആരെ കൊല്ലാൻ പോണത്? ആർക്കറിയാം? ആരാണ് കൊല്ലതെന്നറിയില്ല, എന്തിനാണ് കൊല എന്നറിയില്ല. കൊല ലോകത്തൊരുപാട് വർദ്ധിക്കും. ഇന്ത്യയിൽ നിന്ന് എല്ലാ സാധനത്തിനും തീപിടിച്ച വിലയാണ്. ഒരു സാധനത്തിനൊഴിച്ച്, മനുഷ്യന്റെ ജീവനൊഴിച്ച്, അത് ഡെയിലി ഇങ്ങനെ വില ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യ എന്ന് ഞാൻ പ്രത്യേകം പറയാൻ കാരണം, ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ അക്രമവും കൊലയും നടക്കുന്ന രാജ്യം ഇന്ത്യയാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ത്യ രാജ്യത്ത് പാർക്കുന്നവർ ഇവിടെ ജീവന്റെ വില ഉയർത്താൻ പരിശ്രമിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, കാരണം കൂടാതെ ആരെങ്കിലും ഒരു മനുഷ്യനെ കൊന്നാൽ അവൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്ന കൊലയാളിയെ പോലെയാണ്.
കാരണം കൂടാതെ ആരെങ്കിലും ഒരു മനുഷ്യനെ കൊന്നാൽ അവൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്ന കൊലയാളിയെ പോലെയാണ്. ഖുർആൻ ഓതിക്കൊണ്ട് പറഞ്ഞ റസൂലാണ് ഈ റസൂല്. കാരണം കൂടാതെ ആരെങ്കിലും എൻ്റെ കൂട്ടത്തിൽപ്പെട്ടൊരു മുസ്ലിമിനെ കൊന്നാൽ എന്നല്ല റസൂല് പറഞ്ഞത്. കാരണം കൂടാതെ ആരെങ്കിലും ഒരു മനുഷ്യനെ കൊന്നാൽ അവൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്ന കൊലയാളിയെ പോലെയാണ്. അത് ഞാൻ എൻ്റെ ഹിന്ദു സഹോദരനുമായിട്ട് പങ്കുവെക്കുന്നു, അത് ഞാൻ എൻ്റെ ക്രൈസ്തവ സഹോദരനുമായിട്ട് പങ്കുവെക്കുന്നു. അതാണ് മൈത്രി. കാരണം കൂടാതെ ഒരു ഹിന്ദുവിനെ കൊന്നാൽ അവൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്ന കൊലയാളി. കാരണം കൂടാതെ ഒരു ക്രിസ്ത്യാനിയെ കൊന്നാൽ അവൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്ന കൊലയാളി. കാരണം കൂടാതെ ഒരു സിഖുകാരനെ കൊന്നാൽ അവൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്ന കൊലയാളി. കാരണം കൂടാതെ ഒരു മുസൽമാനെ കൊന്നാൽ അവനും ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്ന കൊലയാളി. അങ്ങനെ വരുമ്പോഴേ മനുഷ്യന്റെ ജീവന് വില ഉണ്ടാവുള്ളൂ. അങ്ങനെ വരുമ്പോഴേ കൊലയും കൊള്ളി അവസാനിക്കുള്ളൂ. അല്ലാതെ മുസ്ലിമിനെ കൊന്നാൽ ഹിന്ദുവിനെ കൊല്ലാന്ന് വേർതിരിച്ച് പറഞ്ഞാൽ ലോകത്ത് മനുഷ്യ ജീവന്റെ വില ഇടിഞ്ഞുകൊണ്ടേയിരിക്കും. ഈ റസൂലിനെ ശരിക്കും മനസ്സിലാക്കണമെന്ന് ഞാൻ ചെറുപ്പക്കാരോട് പറഞ്ഞത് അതുകൊണ്ടാണ്. ഈ പ്രവാചകൻ സമുദായവാദിയായിരുന്നില്ല, ഈ പ്രവാചകൻ വർഗീയവാദിയായിരുന്നില്ല. എന്റെ സമുദായത്തിൽപ്പെട്ടവനെ കൊന്നാൽ നിങ്ങളൊക്കെ ലോകത്തുള്ളവരെ കൊന്നവരാണ് എന്ന് പറയുന്ന ഒരു സങ്കുചിത സമുദായവാദി ആയിരുന്നില്ല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്രായേലിൽ പാർക്കുന്ന യഹൂദികൾക്കൊരു വേദഗ്രന്ഥമുണ്ട്. സാന്ദർഭികമായിട്ട് ഞാൻ ഓർത്തു പോവാണ്. അതിൻ്റെ പേര് തൽമൂദ് എന്നാണ്. അതിലൊരു സ്ഥലത്ത് എഴുതി വെച്ച വാചകമാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. കാരണം കൂടാതെ ആരെങ്കിലും ഒരു യഹൂദനെ കൊന്നാൽ അവൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്ന കൊലയാളിയെ പോലെയാണ്. ആ വ്യത്യാസം നോക്കണം. കാരണം കൂടാതെ ഒരു മനുഷ്യനെ കൊന്നാൽ എന്ന് ഖുർആൻ, കാരണം കൂടാതെ ഒരു യഹൂദനെ കൊന്നാൽ എന്ന് തൽമൂദ് യഹൂദരുടെ വേദഗ്രന്ഥമാണ്. ആ വ്യത്യാസമാണ് ഇസ്രായേലിന്റെ പ്രവർത്തനത്തിലുള്ള വ്യത്യാസം. അതുകൊണ്ട് മനുഷ്യന്മാർക്കിടയിൽ മൈത്രി ഉണ്ടാക്കണം. ഞാൻ ഈ പരിപാടിയുടെ പേരിൽ ഈ പരിസരത്തും ഇതിൽ പങ്കെടുത്തവരുമായ മുഴുവൻ അന്യമതസ്ഥർക്കും സ്നേഹത്തിന്റെ പൂക്കൾ സമർപ്പിക്കുകയാണ്. എല്ലായ്പ്പോഴും മതമൈത്രിക്ക് വേണ്ടി മാത്രം പ്രസംഗിക്കുന്ന ഒരാളാണ് ഞാൻ. കേരളക്കരയിൽ എവിടെ പോയിട്ടും മതമൈത്രിക്കെതിരെ ഞാൻ പ്രസംഗിച്ചിട്ടില്ല, പുറത്തും പ്രസംഗിച്ചിട്ടില്ല. അമ്പലങ്ങൾക്കകത്തും ചർച്ചകൾക്കകത്തും പ്രസംഗിക്കാൻ അവസരം കിട്ടിയപ്പോഴും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ മതമൈത്രിയെ ഞാൻ പ്രസംഗിച്ചിട്ടുള്ളൂ. അത് ശക്തിപ്പെടുത്തേണ്ട സമയമാണിപ്പോൾ. നമ്മളെ ഈ നാട്ടിലൊക്കെ ഉള്ള ഐക്യം ശക്തിപ്പെടുത്തണം. ഈ യോഗത്തിൽ തന്നെ ധാരാളം ഹിന്ദു സഹോദരങ്ങൾ പങ്കെടുത്തത് ഇന്നലെ എനിക്കറിയാം. ഇന്നും അവരുണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ദൂരെ നിന്ന് വന്ന ഹിന്ദു സഹോദരങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അവരോട് പറയുന്നു, ഇത് നിങ്ങൾക്ക് വന്നിരിക്കാനുള്ള മൈതാനിയാണ്. ഇതൊരു പ്രത്യേക മതത്തിന്റെ സദസ്സോ ഇതൊരു പ്രത്യേക വഅളിന്റെ വേദിയോ അല്ല. ഇതൊരു ചർച്ചയാണ്. പരലോക വിശ്വാസത്തെക്കുറിച്ച് ഇസ്ലാം എന്ത് പറയുന്നു, ശാസ്ത്രം എന്ത് പറയുന്നു എന്നതിനെ കുറിച്ചുള്ള ഒരു ചർച്ച. ഇസ്ലാമും ഇസ്ലാമിന്റെ ഗ്രന്ഥമായ ഖുർആനും അതിന്റെ പ്രവാചകനായ നബി തിരുമേനിയും ഈ വക കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് നിങ്ങൾക്കും മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അടുത്തത് കലാപം വർദ്ധിക്കും. മറ്റൊരു സംഗതി, മാല പോലെ കൊടുങ്കാറ്റുകളും ഭൂകമ്പങ്ങളും തീമഴയും വരും. എൻ്റെ സമുദായത്തിൽ ഒരേ മതത്തിൽപ്പെട്ട രണ്ട് പ്രബല വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടും. ഏറ്റുമുട്ടലിൽ മരണങ്ങൾ വർദ്ധിക്കും. 30 ദജ്ജാല് പ്രത്യക്ഷപ്പെടും. എല്ലാവരും വിശ്വസിക്കും ഖിയാമത്ത് നാളിൽ. പക്ഷെ അത് ആ വിശ്വാസം കൊണ്ട് ഫലമുണ്ടാവില്ല. അവസാനം പടിഞ്ഞാറ് സൂര്യൻ ഉദിക്കും. ഇതാണ് റസൂല് പറഞ്ഞ അടയാളങ്ങളിൽ ഒടുക്കത്തെ അടയാളം. ഈ അടയാളങ്ങളൊക്കെ ലോകത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോഴും കുറെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഒരു ചോദ്യം സ്വാഭാവികമായും ഉത്ഭവിക്കും, ഒരു തെറ്റിദ്ധാരണ. ഞാനത് തിരുത്താൻ ഉദ്ദേശിക്കുകയാണ്. ഏതായാലും ഇതൊക്കെ ആഖിർ സമാന്റെ അടയാളല്ലേ, നമുക്കത് തടയാൻ കഴിയോ, അതങ്ങനെ നടന്നോട്ടെ എന്ന ഒരു ധാരണ ഒരു പക്ഷേ ഇതുപോലെയുള്ള ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരാൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ലോകം തകരാറാവും, സംഗതികളൊക്കെ മോശമാവും. അത് പടച്ചോൻ പറഞ്ഞത്, റസൂല് പറഞ്ഞതല്ലേ, നമ്മളെന്താ കാട്ടണം, ആഖിർ സമാനല്ലേ. അങ്ങനെ വിചാരിക്കാൻ അള്ളാഹുവും റസൂലും നമ്മെ അനുവദിക്കുന്നില്ല. ഇത് ഖിയാമത്ത് നാളിന്റെ ലക്ഷണങ്ങളും അടയാളങ്ങളുമാണെങ്കിലും നാം നമ്മുടെ പരിധിയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് അതിനെ എതിർക്കുകയും ഈ തകരാറുകളോട് പടവെട്ടുകയും യഥാർത്ഥമായ ദീനിനെ ഉറപ്പിച്ചു നിർത്താൻ ശ്രമിക്കുകയും ചെയ്യണമെന്ന് അള്ളാഹുവും റസൂലും നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. എൻ്റെ സമുദായത്തിൽ ഒരു വിഭാഗമുണ്ടാകും. ആ വിഭാഗം ഒടുക്കം വരെ, ഖിയാമത്ത് വരെ, ഒടുക്കം വരെ സത്യത്തിന്റെ കൂടെ, ഹക്കിന്റെ കൂടെ ഉറച്ചു നിൽക്കുമെന്ന് സയ്യിദുനാ വ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം നമുക്ക് സുവിശേഷം അറിയിച്ചു തന്നിരിക്കുകയാണ്. ഒരു കൂട്ടരി എന്നും സത്യത്തിന്റെ കൂടെ ഉറച്ചു നിൽക്കും. ആ കൂട്ടരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. എന്ത് തന്നെ പ്രകോപനമുണ്ടായാലും, എന്ത് തന്നെ പ്രലോഭനമുണ്ടായാലും, എന്ത് തന്നെ വക്കാണങ്ങൾ ഉണ്ടായാലും, എന്ത് തന്നെ വാശികൾ വന്നാലും, ആരൊക്കെ പിടിച്ചു വലിച്ചാലും, പിടിച്ചു വലിക്കുന്നവൻ എത്ര വലിയവനാണെങ്കിലും എത്ര കൊലക്കൊമ്പനാണെങ്കിലും ഹക്കിന്റെ മാർഗത്തിൽ നിന്ന് ഒരിഞ്ച് പോലും വ്യതിചലിക്കാതെ പടച്ചവനെ മാത്രം ഭയപ്പെട്ട് അവന്റെ റസൂലിനെ മാത്രം സ്നേഹിച്ച് സത്യപന്ഥാവിൽ മരണം വരെ കാലുറപ്പിച്ച് നിൽക്കാൻ
അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇവിടെ കൂടിയ സകല മുസ്ലിം സഹോദരങ്ങൾക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് പ്രിയപ്പെട്ടവരെ ഞാൻ അല്ലാഹുവോട് എൻ്റെ സഹോദരങ്ങൾക്കൊപ്പം ദുആ ചെയ്യുകയാണ്. അപ്പോൾ ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. അങ്ങനെയൊക്കെ നടക്കും, നമ്മൾ എന്താ ചെയ്യുക എന്ന് വിചാരിക്കരുത്. അതിനെ തടയണം. നാം യഥാർത്ഥ ദീനിന്റെ കൂടെ നിൽക്കണം. അതിനാണ് പരിശുദ്ധ പ്രവാചക തിരുമേനി നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ പ്രവാചക തിരുമേനിയാണ് നമ്മുടെ മാതൃക. അടയാളങ്ങൾ പറഞ്ഞു തന്നപ്പോഴും നബി നമ്മോട് ആ അടയാളങ്ങൾക്കിടയിലും ദീനിനെ ഉറപ്പിച്ചു നിർത്താൻ ആവശ്യമായ വഴികൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ പ്രവാചക തിരുമേനിയെ വന്ദിച്ചുകൊണ്ട് വാഴ്ത്തിക്കൊണ്ട് സ്നേഹിച്ചുകൊണ്ട് മാത്രമേ ഹക്കിന്റെ കൂടെ ബാത്തിലിനെതിരെ നമുക്ക് നിലനിൽക്കാൻ സാധിക്കൂ. തുംസെ റോഷൻ ഹുയി യാ നബി സാരി ദുനിയ. ഇന്നലെയും മിനിഞ്ഞാന്നും അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ടുള്ള 2 ഉറുദു കവിതകളോടുകൂടിയാണ് നാം നമ്മുടെ പരിപാടി ആരംഭിച്ചത്, വിഷയത്തെക്കുറിച്ചുള്ള ചർച്ച ആരംഭിച്ചത്. ഇന്ന് ഞാൻ റസൂലിനെ വാഴ്ത്തുന്ന ഒരു കവിതയോടുകൂടി ഈ പരിപാടിയുടെ വിഷയത്തിൻ്റെ തുടക്കം കുറിക്കുന്നു. നമ്മുടെ ഈ പരിപാടി ഇന്ന് അവസാനിപ്പിക്കുമ്പോൾ ഈ അവസാനിക്കാൻ പോകുന്ന പ്രഭാഷണത്തിൻ്റെ തുടക്കം മുത്തുനബിയുടെ മദ്ഹ് കൊണ്ടാകട്ടെ. തുംസെ റോഷൻ ഹുവി യാ നബി സാരി ദുനിയ, തേസ്ഗി കുഫർ की मिट गई नूर चमका. तुमसे रोशन हुई या नबी सारी दुनिया, तेजगी कुफर की मिट गई नूर चमका. दिल की आंखें खुले हक को बंदों ने देखा, उनकी तारीफ हो इस जुबान से भला क्या. या नबी सलामुन अलैक, या नबी सलामुन अलैक. तुमने इंसान को इंसान आकल बनाया, तुमने इंसान को इंसान आकल बनाया. भूले भटकों को रब्बुल उला से मिलाया, भूले भटकों को रब्बुल उला से मिलाया. सोती गफलत में दुनिया थी सबको जगाया, सोती गफलत में दुनिया थी सबको जगाया. नूर इरफान हर एक के दिल में समाया, नूर इरफान हर एक के दिल में समाया. या नबी सलामुन अलैक, या नबी सलामुन अलैक, या नबी सलामुन अलैक. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. റൗദാ ഷരീഫിലെ മുത്തിന് നമ്മളിവിടെ ആയിരങ്ങൾ ഇരുന്നിട്ട് ദുന്യാവിനെ മറന്നിട്ട് അങ്ങോട്ട് സലാം ചൊല്ലിയാൽ അതവിടെ എത്തൂലേ? നമ്മളിപ്പോൾ ദുന്യാവിനൊക്കെ മറന്ന് കൂട്ടും കുടുംബവും മക്കളെയൊക്കെ മറന്ന് ഇപ്പം നമ്മളെ മനസ്സിൽ മുഹമ്മദ് മുസ്തഫ മാത്രമാണ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹാബിഹി വസല്ലം. നിങ്ങളെന്താ സലാത്ത് ചെല്ലുന്നതിൽ ആവേശം കുറവ്? നന്നായിട്ട് ചെല്ലണം, ഉച്ചത്തിൽ ചെല്ലണം. സലാത്ത് കൊണ്ട് ഈ സദസ്സും ആകാശവും മുഴങ്ങണം. ആകാശത്തിലെ മലായികത്തിന്റെ ചിറകടിക്ക് സലാത്തൊരകമ്പടിയാകണം. ആരെങ്കിലും എൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ മലക്കുകൾ എൻ്റെ റൗളയിൽ കൊണ്ടുവന്ന് എനിക്കത് സമ്മാനിക്കും. ഇന്നാലിന്നവൻ ചൊല്ലിയ സ്വലാത്താണെന്ന് പറഞ്ഞ് ആ സ്വലാത്ത് എനിക്ക് നൽകും. നാളെ എൻ്റെ ഷഫാഅത്തിന് ഏറ്റവും കൂടുതൽ അർഹത എൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയവർക്കാണ്. ഷഫാഅത്ത് നമ്മുടെ ഇന്നത്തെ വിഷയത്തിൽ വരുന്നൊരു ഭാഗമാണ്. ആ ഷഫാഅത്ത് കിട്ടാനുള്ള ഒരു യോഗ്യതയുണ്ടാകണമെങ്കിൽ സലാത്ത് കൊണ്ട് നാം ഈ സദസ്സിനെ അലങ്കരിക്കണം. റസൂലദാ റൗളാ ഷരീഫിൽ ജീവനോടെ കഴിയുകയാണ്. അള്ളാഹുവിൻ്റെ റസൂലിന് റൗളാ ഷരീഫിൽ ജീവിതത്തോടു കൂടിയിരിക്കാനുള്ള അവസരം അള്ളാഹു നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഹബീബായ നബി നമ്മുടെ സ്വലാത്ത് അവിടെ എത്തുമ്പോൾ നമുക്ക് വേണ്ടി പുഞ്ചിരി തൂകുകയാണ്. തുംനെ ഇൻസാൻ കോ ഇൻസാൻ ആകൽ ബനായാ, भूल भटकों को रब्बुल उला से मिलाया. सोती गफलत में दुनिया थी सबको जगाया, नूर इरफान हर एक के दिल में समाया. या नबी सलामुन अलैक, या नबी सलामुन अलैक, या नबी सलामुन अलैक. हैबत हक जो जाहिर हुई बरमला, हैबत हक जो जाहिर हुई बरमला. अहले फारिस का आतिश कदा बुझ गया, अहले फारिस का आतिश कदा बुझ गया. जलजल कसरो ईवान में आ गया, जलजल कसरो ईवान में आ गया.
शक हवा शक हो अगर पड़े कंगरे जा बजा या नबी സലാമുൻ അലൈക് യാ നബി സലാമുൻ അലൈക്. ഉറുദു ഭാഷ എന്ന് പറഞ്ഞാൽ റസൂലിൻ്റെ ഭാഷയാണോ എന്ന് തോന്നാറുണ്ട് എനിക്ക്. ഇത്രയേറെ റസൂലിനെ വാഴ്ത്തി പറയുന്ന കവിത അറബിയിൽ പോലും ഉണ്ടോ എന്ന് സംശയമാണ്. റസൂലിനെ കുറിച്ച് ആയിരക്കണക്കല്ല ലക്ഷക്കണക്കിന്. അതൊക്കെ തന്നെ കേൾക്കുമ്പോൾ തന്നെ റസൂലിൻ്റെ കഴുത്തിൽ ചാർത്തിക്കൊടുത്ത ഒരു മാലയാണോ എന്ന് തോന്നിപ്പോകും. ഇതിൻ്റെ അർത്ഥം മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ റസൂലിൻ്റെ മദ്ഹ് അവസാനിപ്പിക്കാം. ഇപ്പം തൽക്കാലം അവസാനിപ്പിക്കാം. സത്യത്തിൽ നമ്മൾക്കത് അവസാനിപ്പിക്കാൻ കഴിയില്ല. ഞാൻ എൻ്റെ പ്രസംഗത്തിൽ എപ്പോഴും ഊന്നി പറയുന്ന കാര്യം റസൂലിൻ്റെ മദ്ഹാണ്. അതെപ്പോഴും നിറഞ്ഞു നിൽക്കണം. പ്രസംഗത്തിൽ മുന്തി നിൽക്കുന്നത് റസൂലായിരിക്കണം, വേറെ ആരും മുന്തി നിൽക്കാൻ പാടില്ല. ഒരൊറ്റ വ്യക്തിയും മുന്തരുത്. മുഹമ്മദ് മുസ്തഫ മുന്തി നിൽക്കണം സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹാബിഹി വസല്ലം. തുംസെ റോഷൻ ഹുവി യാ നബി സാരി ദുനിയ. നബിയെ, നിങ്ങളെ കൊണ്ട് ലോകം മുഴുവൻ വെളിച്ചത്തിലേക്ക് ആണ്ടുപോയിരിക്കുകയാണ്. കുഫറിന്റെ സകലമാന കരുത്തും അതാ അസ്തമിച്ചു പോയി, തകർന്നു പോയി, പ്രകാശം വിളങ്ങാൻ തുടങ്ങി. ഹൃദയത്തിന്റെ കണ്ണുകൾ തുറന്നുപോയി. ഇതൊക്കെ വിശദീകരിക്കുകയാണെങ്കിൽ ഒരുപാട് പറയണം, ഞാൻ അതിന് മെനക്കെടുന്നില്ല. നമ്മുടെ വിഷയത്തിന്റെ ചർച്ച നീണ്ടുപോകും. ഹൃദയത്തിന്റെ കണ്ണ് തുറന്നുപോയി, സത്യത്തെ അടിയാറുകൾക്ക് കാണാൻ കഴിഞ്ഞു. ഉൻകി താരീഫ് ഹോ ഇസ് സബാൻ സേ ഭലാ ക്യാ. ആ റസൂലിനെ സ്തുതിക്കുന്നില്ലെങ്കിൽ ഈ നാവ് കൊണ്ട് എന്ത് കാര്യമാണ്? ഈ നാവിന്റെ പുണ്യം ആ റസൂലിനെ വാഴ്ത്തുന്നതിൽ മാത്രമാണ്. യാ നബി സലാമുൻ അലൈക്. തുംനെ ഇൻസാൻ കോ ഇൻസാൻ ആകൽ ബനായ. നബിയെ, നിങ്ങൾ മനുഷ്യനെ മനുഷ്യനാക്കി. നബിയെ, നിങ്ങൾ പ്രപഞ്ചത്തിലെ ഒരുപാട് മനുഷ്യരെ അവരുടെ റബ്ബുമായി കൂട്ടിയോജിപ്പിച്ചു. നിങ്ങൾ സോത്തി സോത്തി ഗഫലത്ത് മേ ദുനിയാതി സബ്കോ ജഗായ. അശ്രദ്ധയുടെ ഗഫലത്തിൽ കിടന്നുറങ്ങിയിരുന്ന എല്ലാവരെയും നബിയെ നിങ്ങളല്ലയോ വിളിച്ചുണർത്തിയത്. നൂറൈ ഇർഫാൻ ഹർ ഇക് ദിൽ മേ സമായ. സകല മനുഷ്യന്റെയും ഹൃദയത്തിലേക്ക് മഅരിഫത്തിന്റെ ആത്മജ്ഞാനത്തിന്റെ വെളിച്ചം അങ്ങ് ടോർച്ചടിക്കുന്ന പോലെ പ്രസരിപ്പിച്ചു കൊടുത്തതും നബിയെ നിങ്ങളല്ലാതെ മറ്റാരാണ്? യാ നബി സലാമുൻ അലൈക് യാ നബി സലാമുൻ അലൈക് യാ നബി സലാമുൻ അലൈക്. ഹൈബത്ത് ഹഖ് ജോ ज़ाहिर हुई बरमला अहले फारिस का आतिश कदा बुझ गया. പേർഷ്യക്കാരന്റെ അഗ്നി അണഞ്ഞു പോയത് നിങ്ങളെന്ന ഹക്ക് വെളിപ്പെട്ടപ്പോഴാണ്. റസൂലിന്റെ ജന്മത്തിന്റെ സമയത്ത് പേർഷ്യക്കാര് പൂജിച്ചിരുന്ന അഗ്നികുണ്ഡം കെട്ടുപോയി എന്ന് ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുകയാണ്. നബിയെ, നിങ്ങളെന്ന ഹക്ക് ലോകത്ത് വെളിവായപ്പോഴല്ലേ ആ വലിയ അഗ്നികുണ്ഡം പോലും അണഞ്ഞു പോയത്. കിസ്റ കൈസറിന്റെ കൊട്ടാരങ്ങളും സിംഹാസനങ്ങളും കുലുങ്ങിയതെപ്പോഴാണ്? നിങ്ങൾ ജനിച്ചപ്പോഴാണ് നബിയെ. ശക്ക് ഹുവാ അഗർ പടേ कंगरे जा बजा या नबी सलामुन अलैक या नबी सलामुन अलैक या नबी सलामुन अलैक. മിനിഞ്ഞാന്ന് നമ്മൾ ചർച്ചാവേളയിൽ റസൂലുള്ളാഹിന്റെ ഒരു സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതിൻ്റെ വ്യാഖ്യാനം പറയാമെന്ന് പറഞ്ഞിട്ടാണ് പിരിഞ്ഞത്. എനിക്ക് എത്ര കത്താണ് കിട്ടിയതെന്ന് വന്ന ചെറുപ്പക്കാരുടെ കയ്യിൽ നിന്ന്. എന്താ അതിൻ്റെ വ്യാഖ്യാനം പറയാത്തത്? ചെറുപ്പക്കാരത് ഇത്ര ഓർമ്മിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ നിങ്ങൾ മറന്നുപോയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അത് പറയേണ്ടെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല, പറയണമെന്ന് വിചാരിച്ചതാണ്. സ്വപ്നം പറഞ്ഞു, അതിൻ്റെ വ്യാഖ്യാനം പിന്നൊരു ദിവസം പറയാൻ പറഞ്ഞ് നമ്മൾ മാറ്റിവെച്ചതാണ്. പക്ഷെ ഇന്നലെ സമയത്തിൻ്റെ ദൗർലഭ്യം കാരണം അത് പറയാൻ കഴിഞ്ഞില്ല. അള്ളാഹുവിൻ്റെ റസൂൽ ഒരു ദിവസം സഹാബത്തിനോട് പറഞ്ഞു, ഇന്നലെ ഞാൻ ഉറങ്ങാൻ കിടക്കവേ രണ്ടാളുകൾ വന്നെന്നെ വിളിച്ചുണർത്തി. അവരെന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഞാനൊരു സ്വപ്നം കാണുകയാണ്. ആദ്യം ഞാൻ ചെന്നപ്പോൾ ഒരാളെ താഴെ കിടത്തിയിരിക്കുന്നു. അവൻ്റെ തല രണ്ടാളുകൾ ചേർന്ന് ഇടിച്ച് നിരപ്പാക്കുകയാണ്. അവനെ മർദ്ദിച്ചൊതുക്കുകയാണ്, അവനെ നശിപ്പിക്കുകയാണ്, അവനെ വേദനിപ്പിക്കുകയാണ്. കാണാൻ പോലും പ്രയാസമുള്ള രംഗമാണ്. ഞാൻ അവരോട് ചോദിച്ചു, എന്താണ് ഈ കാണുന്ന സംഗതി? തലയങ്ങ് ചതഞ്ഞരഞ്ഞു പോകുമ്പോൾ ഇയാളുടെ ജീവൻ പോയ പോലെ, പക്ഷേ വീണ്ടും ജീവൻ കിട്ടിയ പോലെ പുതിയ ഒരു തല കിട്ടുന്നു. ആ തലയും അടിച്ചു തകർക്കപ്പെടുന്നു. രണ്ടാമതൊരു തല കിട്ടുമ്പോഴേക്ക് അതും അടിച്ചു തകർക്കപ്പെടുന്നു. എന്തിൻ്റെ പേരിലാണ് ഈ മർദ്ദനം? ഞാൻ അവരോട് ചോദിച്ചു. അതിപ്പോ പറയണ്ട, വരൂ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അവരെന്നെ കൂട്ടിക്കൊണ്ടുപോയി.
കുറച്ചു ദൂരം എത്തിയപ്പോൾ ഞാൻ മറ്റൊരു രംഗം കണ്ടു. ഒരാളെ കിടത്തിയിരിക്കുന്നു. അയാളുടെ കഴുത്തിലൂടെയും അയാളുടെ വായയിലൂടെയും ഇരുമ്പിന്റെ കൊളുത്തിട്ട് ഏതാനും ആളുകൾ വലിക്കുകയാണ്, ഇറച്ചി കൊത്തി വലിക്കുകയാണ്. ജീവനുള്ള മനുഷ്യന്റെ കഴുത്തിലൂടെ ഈ ഇറച്ചി കൊത്തി വലിക്കുന്ന കാഴ്ച കണ്ട് ഞാൻ ആ രണ്ടാളോട് ചോദിച്ചു, എന്താണ് ഈ കാണുന്നത്, ഒന്ന് പറഞ്ഞു തരുമോ? ആമിന ബീവിയുടെ മുത്ത് മോനെ, അങ്ങ് കാണാത്ത രഹസ്യമുണ്ടോ? അങ്ങ് ചെന്ന് കയറാത്ത ലോകമുണ്ടോ? അങ്ങേക്ക് സ്വാതന്ത്ര്യമില്ലാത്ത ഒരു സ്ഥലമുണ്ടോ? അങ്ങയുടെ പാദങ്ങൾ ചെന്നെത്താത്ത ഒരു ദിക്കുണ്ടോ? അങ്ങയുടെ മുഖം വിളങ്ങാത്ത ഒരു ലോകമുണ്ടോ? അങ്ങില്ലെങ്കിൽ റസൂലേ, ഈ ലോകത്തിന് എന്ത് രസമാണ്. അങ്ങ് ജനിച്ചിട്ടില്ലെങ്കിൽ ആകാശഭൂമികൾക്ക് എന്തൊരു ഹരമാണ്. ഒന്നുമില്ല നബിയേ, സകല വെളിച്ചത്തിന്റെയും കേന്ദ്രം നിങ്ങളാണ് നബിയേ. ഹെ മുനവ്വർ നൂർ അഹ്മദ് സസമീൻ വ ആസ്മാൻ. ആകാശഭൂമികൾ എന്ന് ജ്വലിക്കുന്നുവെങ്കിൽ അത് അഹമ്മദായ റസൂലിന്റെ വെളിച്ചം കൊണ്ടാണെന്ന് അല്ലാമ ഇഖ്ബാൽ പാടിയിട്ടുണ്ട്. പ്രവാചക തിരുമേനി എന്തൊക്കെ കണ്ടു, എന്തൊക്കെ ഉള്ളിൽ വെച്ചു, അറിഞ്ഞത് മുഴുവൻ പുറത്ത് പറഞ്ഞില്ല. ഞാൻ അറിഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളും അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ വളരെ കുറച്ച് മാത്രം ചിരിക്കുകയും ധാരാളമായിരുന്ന് കരയുകയും ചെയ്യുമായിരുന്നുവെന്ന് നമ്മോട് പറഞ്ഞു നമ്മുടെ നായകൻ, നമ്മുടെ വഴികാട്ടി, നമ്മുടെ വിമോചകൻ, നമ്മുടെ എല്ലാ അർത്ഥത്തിലുമുള്ള നേതാവ്, നമ്മുടെ സകലമാന പുരോഗതിയുടെയും ഐശ്വര്യത്തിന്റെയും കാരണക്കാരൻ, നമ്മുടെ തുടക്കത്തിന്റെ തുടക്കം, നമ്മുടെ ഒടുക്കത്തിന്റെയും തുടക്കം, നമ്മുടെ നന്മകളുടെ കേന്ദ്രം, നമ്മുടെ ശക്തിയുടെ കേന്ദ്രം, നമ്മുടെ സത്യത്തിന്റെ കേന്ദ്രം, നമ്മുടെ കരുത്തിന്റെ കേന്ദ്രം, ലോകത്തിന്റെ പനിനീര്, മരുഭൂമിയുടെ പുഷ്പം, ആകാശത്തിന്റെ വിശാലത, ഭൂമിയുടെ മൗനം, ഫാത്തിമാന്റെ പിതാവ്, ഖദീജയുടെ ഭർത്താവ്, ആയിഷയുടെയും ഭർത്താവ്, ഹസൻ ഹുസൈനാരുടെ പ്രിയപ്പെട്ട പിതാമഹൻ, സയ്യിദുനാ വ നബിയുനാ റൂഹി ഫിദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വ ആലിഹി വ അസ്ഹാബിഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഞാൻ പിന്നെയും അങ്ങ് മുന്നോട്ട് പോയി. വളരെ കുടുസായ പ്രവേശനദ്വാരമുള്ള അടിയിലേക്ക് ഒരുപാട് വിശാലതയുള്ള ഒരു ഗുഹ ഞാൻ കണ്ടു. അതിൽ നഗ്നരായ ആണുങ്ങളും പെണ്ണുങ്ങളും തീയിൽ കിടന്ന് ആടിക്കളിക്കുകയാണ്. അവർ തുണി ഉടുത്തിട്ടില്ല. അവരങ്ങും ഇങ്ങും ഓടിക്കളിക്കുന്നു. തീക്കുണ്ടാരത്തിൽ കിടന്ന്